ഈ കാണുന്ന ഓഡിയോ പ്ലെയർ പാനൽ ഇത് ഞാൻ 107 രൂപയ്ക്ക് വാങ്ങിയതാണ്. അപ്പോൾ വാങ്ങിയതിൽ വെച്ച് എനിക്കിപ്പം ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയേക്കുന്ന ഈ ഒരു പാനലാണ്. ഈ ഒരു പാനലിൽ നമുക്ക് 2 സ്പീക്കർ നേരിട്ട് കണക്ട് ചെയ്യാം, വേറെ ആംപ്ലിഫയറിനൊന്നും സഹായമില്ല. അപ്പോൾ ഞാനിവിടെ ഈ ഒരു പാനലിൻ്റെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാനായിട്ട് 12 ഇഞ്ചിൻ്റെ 100 വാട്ട്സിൻ്റെ സ്പീക്കർ വരെ കണക്ട് ചെയ്ത് നോക്കി. ഫുൾ സൗണ്ടിൽ പാട്ട് വെച്ചിട്ടും ഒരു രീതിയിലുള്ള കംപ്ലയിൻറ്റോ അതുപോലെ തന്നെ IC ഹീറ്റിങ്ങോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മേടിക്കാവുന്ന ഒരു പാനലാണിത്. അതുപോലെ FM റേഡിയോയൊക്കെ നല്ല ക്വാളിറ്റി തന്നെ കിട്ടുന്നുണ്ട്. ഈ ഒരു പാനലിൻ്റെ നെഗറ്റീവായിട്ട് പറയാനുള്ളത് ഒന്ന്, ഇതിൻ്റെ മൈക്കിന് സൗണ്ട് കുറവാണ്. പിന്നെ ഇതിൻ്റെ മൈക്കിന് എക്കോ അത് നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഇതിനകത്ത് മൈക്കിൻ്റെ വോളിയം മാത്രമായിട്ട് കൂട്ടാൻ പറ്റില്ല. അതായത് നമ്മൾ കരോക്കെ ഇട്ട് പാട്ടൊക്കെ പാടുന്ന സമയത്ത് കരോക്കയുടെ സൗണ്ട് കുറയ്ക്കണമെങ്കിൽ ഫോണിൽ നമ്മൾ കുറയ്ക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് മ്യൂസിക് പ്ലെയർ, അതായത് റീചാർജ് ചെയ്ത് ഉപയോഗിക്കുന്ന മ്യൂസിക് പ്ലെയർ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പാനൽ മേടിച്ച് നോക്കാം. ഈ കാണുന്ന 107 രൂപയ്ക്ക് വാങ്ങിയ ബ്ലൂടൂത്ത് മ്യൂസിക് പ്ലെയർ പാനലാണ്. അപ്പോൾ ഈ ഒരു പാനലിൽ 2 സ്പീക്കർ ഔട്ടുണ്ട്. നമുക്കിതിൽ നേരിട്ട് സ്പീക്കർ കണക്ട് ചെയ്യാം. അതുപോലെ ഈ ഒരു പാനലിൽ നേരിട്ട് നമുക്ക് മൈക്ക് കണക്ട് ചെയ്ത് ഉപയോഗിക്കാം. അതായത് കരോക്കെ പാട്ടൊക്കെ പാടുന്നവർക്ക് ഉപകാരപ്പെടും. അതുപോലെ ഈ ഒരു പാനൽ വർക്ക് ചെയ്യാൻ 3.7 വോൾട്ടിൻ്റെ ലിഥിയം ബാറ്ററി കണക്ട് ചെയ്യണം. അങ്ങനെ നമ്മൾ ഈ ഒരു പാനലിൽ കണക്ട് ചെയ്യുന്ന ബാറ്ററി നമുക്ക് ഈ ഒരു പാനലിലൂടെ തന്നെ ചാർജ് ചെയ്യാം. ചാർജ് ചെയ്യാനുള്ള സോക്കറ്റ് ഈ ഒരു പാനലിൽ തന്നെയുണ്ട്. മൊബൈലിൻ്റെ ചാർജർ ഉപയോഗിച്ചാൽ മതി ചാർജ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇങ്ങനത്തെ 2 പാനലാണ് ഞാൻ ഇവിടെ വാങ്ങിയേക്കുന്നത്. ഒരു പാനലിന് 107 രൂപയാണ് അയക്കുന്നത്. അതുപോലെ ഈ ഒരു മ്യൂസിക് പ്ലെയർ പാനലിൽ 2 സ്പീക്കർ ഔട്ടാണുള്ളത്. ഒരു ചാനലിൽ 5 വാട്ട്സ് വീതം, അങ്ങനെ ടോട്ടലായിട്ട് 10 വാട്ട്സ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പാനലും 2 സ്പീക്കറും ഒരു ലിഥിയം ബാറ്ററി ഉണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് നല്ല അടിപൊളി റീചാർജബിൾ മ്യൂസിക് പ്ലെയർ ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ ഇതിനകത്ത് ബ്ലൂടൂത്ത്, പെൻഡ്രൈവ്, മെമ്മറി കാർഡ്, ഓക്സ് ഇൻപുട്ട്, മൈക്ക് ഇൻപുട്ട്, FM റേഡിയോ, ഇത്രയും ഫങ്ഷൻസ് ആണുള്ളത്. അപ്പോൾ ഈ ഒരു പാനൽ ഞാൻ പ്രധാനമായിട്ടും മേടിക്കാനുള്ള കാരണം ഇതിൻ്റെ അകത്ത് മൈക്ക് ഇൻപുട്ട് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇതിൻ്റെ എല്ലാം ഫുൾ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തി മൈക്കിൻ്റെ സൗണ്ട് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എല്ലാം. അതുപോലെ ഈ ഒരു പാനൽ ഞാൻ 107 രൂപയ്ക്ക് വാങ്ങിയത് തൊടുപുഴ കിഷോർ ഓഡിയോസിൽ നിന്നാണ്. ആർക്കെങ്കിലും ഇങ്ങനത്തെ പാനൽ ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു ഷോപ്പിൽ ചെന്നാൽ മതി. തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നും ഏകദേശം 150 മീറ്ററാണ് ഈ ഷോപ്പിലേക്കുള്ള ദൂരം. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ പാനൽ മേടിച്ച് നമ്മൾ തന്നെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് സ്പീക്കർ ബോക്സിലേക്ക് ഇതുപോലത്തെ പാനൽ പിടിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് നമ്മുടെയൊക്കെ വീടുകളിൽ വയറിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന സ്വിച്ച് ബോർഡിൻ്റെ പ്ലെയിൻ കവർ പ്ലേറ്റ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ കവർ പ്ലേറ്റ് പല ആളുകളിൽ കിട്ടും. 44, 64, 84 അങ്ങനെ. ഞാനൊരു മേടിച്ചേക്കുന്നത് 64-ൻ്റെയാണ്. ഇതിന് 48 രൂപയാണ് ആയത്. അപ്പോൾ ഇങ്ങനത്തെ കവർ പ്ലേറ്റ് ഒക്കെ ഇലക്ട്രിക് കടയിലേക്ക് കിട്ടും. അപ്പോൾ ഞാനിവിടെ ഇത് ചെയ്തെടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു കവർ പ്ലേറ്റ് കട്ട് ചെയ്തിട്ട് ഇതിൽ ഈ ഒരു പാനൽ പിടിപ്പിക്കാനാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ ഈ ഒരു കവർ പ്ലേറ്റ് നമുക്ക് വേറെ സ്പീക്കർ ബോക്സ് കട്ട് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാൻ എളുപ്പമുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു കവർ പ്ലേറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പാനലിൻ്റെ അളവൊക്കെ എടുത്ത് നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ രീതിയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ കവർ പ്ലേറ്റ് കട്ട് ചെയ്ത് ഇതിൽ പിടിപ്പിക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ കാണാനൊക്കെ വൃത്തിക്കിരുന്നോളൂ. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പാനലിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് പവർ ഓൺ ഓഫ്. ഈ കാണുന്നതാണ് ചാർജിങ് സോക്കറ്റ്. ചാർജിങ് സോക്കറ്റിന് ചേർന്ന് തന്നെ ഒരു ഹോളുണ്ട്. അപ്പോൾ ഈ ഒരു ഹോള് ചാർജിങ് ഇൻഡിക്കേറ്ററും അതുപോലെ പവർ ഓൺ ഇൻഡിക്കേറ്ററിൻ്റെ ഒക്കെ ഇൻഡിക്കേഷൻ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു സോക്കറ്റിൽ നമുക്ക് മൊബൈൽ ചാർജർ കണക്ട് ചെയ്യാനുള്ളതാണ്. ഇതിൽ കണക്ട് ചെയ്തേക്കുന്ന ബാറ്ററി റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന റെഡ് സോക്കറ്റിലാണ് ബാറ്ററി കണക്ട് ചെയ്യേണ്ടത്. 1.7 വോൾട്ടിൻ്റെ ലിഥിയം ബാറ്ററിയാണ് കണക്ട് ചെയ്യേണ്ടത്. പിന്നെ ഉള്ളത് ഓക്സ് ജാക്കാണ്. പിന്നെ മെമ്മറി കാർഡ് ഇടാനുള്ള സോക്കറ്റ്. പിന്നെ അടുത്തായിട്ടുള്ളത് USB പെൻഡ്രൈവ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഈ കാണുന്ന IR സെൻസർ മുകളിലായിട്ടാണ് മൈക്കിൻ്റെ സോക്കറ്റ്. പിന്നെ ഈ ഒരു പാനലിൻ്റെ കൂടെ റിമോട്ട് കിട്ടിയിട്ടില്ല. ഇപ്പം മിക്കതിൻ്റെയും കൂടെ റിമോട്ട് അങ്ങനെ വരുന്നില്ല. റിമോട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മേടിക്കണം എന്നാണ് എൻ്റെ വിശ്വാസം. കറക്റ്റ് എനിക്കറിയില്ല. ഈ ഒരു ഹോളോടെയാണ് നമുക്ക് ഇതിൻ്റെ ഇൻഡിക്കേഷനും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നത്. എൻ്റെ ബാക്കിലായിട്ട് 2 LED ഉണ്ട്. പവർ ഓൺ ഇൻഡിക്കേറ്റർ ബ്ലൂവും ചാർജിങ് ഇൻഡിക്കേറ്റർ റെഡുമാണ്. പിന്നെ 4 ബട്ടൺസാണ് മോഡ് ചേഞ്ച് ചെയ്യാനും വോളിയം അപ്പ് ഡൗൺ അങ്ങനെയൊക്കെയുള്ള. പിന്നെ ഈ ഒരു ബോർഡിൻ്റെ സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ 3 IC ആണ്. ചേർന്നായിട്ടിരിക്കുന്ന ഈ 2 IC ആണ് ഇതിൻ്റെ ഓഡിയോ ആംപ്ലിഫയർ IC. ബോർഡിൻ്റെ മുകൾ സൈഡിലായിട്ട് 3 സോക്കറ്റാണുള്ളത്. റെഡ് നിറത്തിൽ കാണുന്ന ഇതിൽ ബാറ്ററി കണക്ട് ചെയ്യാനുള്ളതാണ്. 3.7 വോൾട്ടിൻ്റെ ലിഥിയം ബാറ്ററി. പിന്നെ ഈ കാണുന്ന 2 സോക്കറ്റ് സ്പീക്കർ ഔട്ടാണ്, ലെഫ്റ്റ് റൈറ്റ്. ഒരു ചാനലിൽ 5 വാട്ട്സ് വീതമാണ് ഔട്ട്പുട്ട്. തൊട്ട് ചേർന്നായിട്ട് തന്നെ FM ആൻറ്റിന കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഓഡിയോ പ്ലെയർ പാനൽ മേടിക്കുമ്പോൾ ഇതുപോലത്തെ കണക്ടർ കൂടി മേടിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. നമുക്ക് ഇതിൻ്റെ കണക്ഷൻ ബാറ്ററിയും സ്പീക്കർ കണക്ട് ചെയ്യാൻ എളുപ്പമുണ്ട്. ഇതുപോലത്തെ കണക്ടറിന് 5 രൂപയാണ്. നമുക്ക് ഈ ഒരു മ്യൂസിക് പ്ലെയർ പാനലിൻ്റെ കൂടെ കേബിളോ അതുപോലെ തന്നെ റിമോട്ടോ ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ വയർ കണക്ടർ മേടിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് വയറൊന്നും സോൾഡ് ചെയ്യേണ്ട, നേരെ ഇങ്ങനെ കണക്ട് ചെയ്താൽ മതി ഈ ഒരു സോക്കറ്റിലേക്ക്. അപ്പോൾ ഇതിന് 5 വാട്ട്സ് ഔട്ട്പുട്ട് ആണെങ്കിലും നല്ല രീതിയിലുള്ള സൗണ്ട് ഉണ്ട്. അതുപോലെ ഇങ്ങനെയുള്ള ഓഡിയോ പ്ലെയർ പാനലിൻ്റെ സ്പീക്കർ ഔട്ടിൽ നമ്മൾ ഒന്നിൽ കൂടുതൽ സ്പീക്കർ ഒരു ഔട്ടിൽ തന്നെ കൊടുക്കാതിരിക്കുക. അതുപോലെ 4 ohms കുറഞ്ഞ സ്പീക്കറും കണക്ട് ചെയ്യാതിരിക്കുക. അതുപോലെ ഇതിൻ്റെ സ്പീക്കർ ഔട്ടിൽ 10 വാട്ട്സ് മുതൽ 40 വാട്ട്സിനൊക്കെ ഇടയിലുള്ള സ്പീക്കറാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ നല്ല സൗണ്ട് ഉണ്ട്. ഇനി നമ്മൾ വീഡിയോയിൽ ആദ്യം കാണിച്ച പോലത്തെ വയർ കണക്ടർ കിട്ടിയില്ലെങ്കിൽ ഇങ്ങനത്തെ ജമ്പർ വയർ മേടിച്ചാലും മതി. ഇതുപോലത്തെ ഫീമെയിൽ സോക്കറ്റുള്ള ജമ്പർ വയറാണ് വേണ്ടത്. ഒരു വയറിന് 3 രൂപ വെച്ചാണ് ഇതിന്. അപ്പോൾ ഇതുപോലത്തെ ജമ്പർ വയർ ആണെങ്കിലും നമുക്ക് വയർ സോൾഡ് ചെയ്യാണ്ട് ഈ ഒരു സോക്കറ്റിൽ കറക്റ്റായിട്ട് പിടിപ്പിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ മ്യൂസിക് പ്ലെയർ പാനൽ വർക്ക് ചെയ്യണമെങ്കിൽ ഇതിലേക്ക് ബാറ്ററി കണക്ട് ചെയ്യണം. ഇതിൽ കണക്ട് ചെയ്യേണ്ടത് 3.7 വോൾട്ടിൻ്റെ ലിഥിയം ബാറ്ററിയാണ്. അപ്പോൾ ഇതുപോലുള്ള ബാറ്ററി ഓൺലൈനായിട്ടും അതുപോലെ കടകളിലും കിട്ടും. 100 രൂപ മുതലുള്ള ഇങ്ങനെ ബാറ്ററി കിട്ടും. കടയിലേക്കാണെങ്കിൽ 140 രൂപയ്ക്കും നല്ല ക്വാളിറ്റിയുള്ള ബാറ്ററിക്ക്. പിന്നെ നമ്മൾ ഈ ഒരു മ്യൂസിക് പ്ലെയർ പാനലിൽ ഒരേ സമയം ഒന്നിൽ കൂടുതൽ ബാറ്ററി കണക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ബോർഡിലെ ചാർജിങ് സോക്കറ്റ് വഴി നമ്മൾ ചാർജ് ചെയ്യരുത്.
2 ബാറ്ററി ഒരുമിച്ച് ചാർജ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയൊന്നും ഈ ഒരു ബോർഡിലെ ഐസിക്കില്ല. ഇനി അത് വെച്ച് കൂടുതൽ ബാക്കപ്പ് കിട്ടാനായിട്ട് 2 ബാറ്ററി പാരലായിട്ട് കണക്ട് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് 2 ബാറ്ററിനെ ചാർജ് ചെയ്യാനായിട്ട് വേറെ സെപ്പറേറ്റ് ആയിട്ടുള്ള ചാർജിങ് മുറികളോ അല്ലെങ്കിൽ പവർ ബാങ്കിൻ്റെ ബോർഡോ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ കൂടുതൽ ബാക്കപ്പ് കിട്ടാനായിട്ട് 2 ബാറ്ററി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ചാർജിങ് സെറ്റപ്പിനെ പറ്റി സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, അടുത്ത ഷോർട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഓണാക്കി വർക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 ജമ്പർ വയർ കണക്ട് ചെയ്തിട്ടുണ്ട് സ്പീക്കർ സോക്കറ്റിൽ. എനിക്കിതിൽ മെയിനായിട്ട് അറിയേണ്ടതിൽ മൈക്ക് കണക്ട് ചെയ്താൽ സൗണ്ട് ഉണ്ടോ എന്നുള്ളതാണ്. നമുക്ക് ബാറ്ററിയും സ്പീക്കറും ഒന്ന് കണക്ട് ചെയ്ത് ഓൺ ചെയ്ത് നോക്കാം. Bluetooth mode. Hello, check. Hello. അപ്പോൾ ഞാനിതിൽ മൈക്ക് വർക്ക് ചെയ്ത് നോക്കിയിട്ട് മൈക്കിൻ്റെ സൗണ്ട് പൊതുവേ കുറവാണ്. ഇതിൽ പെൻഡ്രൈവോ മെമ്മറി കാർഡോ അല്ലെങ്കിൽ ബ്ലൂടൂത്ത് വഴിയൊക്കെ പാട്ട് വെക്കുന്ന സമയത്ത് ഒരു കുഴപ്പമില്ല, നല്ല രീതിയിൽ സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. മൈക്ക് കണക്ട് ചെയ്യുമ്പോൾ ഫുൾ സൗണ്ട് ഇട്ടാലും വലിയൊരു സൗണ്ടൊന്നുമില്ല, അത്യാവശ്യം നോർമൽ സൗണ്ട് അത്രയേ ഉള്ളൂ. അതുപോലെ ഞാൻ ഈ ഒരു ചെറിയ ബോർഡിൽ 100 വാട്ട്സിൻ്റെ സ്പീക്കർ വരെ കണക്ട് ചെയ്ത് നോക്കി, ഒരു കംപ്ലൈൻറ്റും ഇല്ല. അതുപോലെ ഈ ഒരു സ്പീക്കർ കണക്ട് ചെയ്ത് ഫുൾ ഓളിയത്തിൽ കുറേ നേരം പാട്ട് വെച്ച് നോക്കിയിട്ടും ഐസിക്ക് ഹീറ്റിംഗ് ഒന്നുമില്ല. അതുപോലെ ഈ ഒരു ഓഡിയോ പ്ലെയർ പാനലിലെ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്ന ഓൺ ടൈമിൽ ബ്ലൂ ഇൻഡിക്കേറ്റർ ഫ്ലാഷ് ചെയ്യുന്ന രീതിയിലും ചാർജർ കണക്ട് ചെയ്യുമ്പോൾ റെഡ് ഇൻഡിക്കേറ്റർ തെളിഞ്ഞ് നിൽക്കുകയാണ് ചെയ്യുന്നത്. ബാറ്ററി ചാർജ് ഫുള്ളാകുന്ന സമയത്ത് ഈ ഒരു ബ്ലൂ ഇൻഡിക്കേറ്റർ തെളിഞ്ഞാൽ നിൽക്കും. അപ്പോൾ ചാർജ് ഫുള്ളാകുമ്പോൾ ഓഫ് ആക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, ഓട്ടോമാറ്റിക്കായിട്ട് ചാർജിങ് കട്ട് ഓഫ് ആക്കിക്കോളും. ഇനി അടുത്തായിട്ട് നമുക്കിതിൽ FM റേഡിയോയിൽ നിന്ന് വർക്ക് ചെയ്ത് നോക്കാം. അതിനായിട്ട് ഞാനൊരു ജമ്പർ വയർ FM ആൻറ്റിനെ കണക്ട് ചെയ്യാനുള്ള പോയിന്റിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചാനൽ ഓട്ടോമാറ്റിക്കായിട്ട് സ്കാൻ ചെയ്തെടുക്കാനായിട്ട് ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടുന്ന ചാനലിനെ സെർച്ച് ആക്കി അതിൽ FM ചാനൽ സ്കാൻ ചെയ്യുന്ന സമയത്ത് നല്ലൊരു എയറിൽ കൂടി കണക്ട് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ചാനലിനെ സേവ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആയിക്കോളും. അത് നമുക്ക് ഒരു ചാനലായിട്ട് മാറ്റാൻ എളുപ്പമുണ്ട്. അപ്പോൾ ഈ ഒരു ഓഡിയോ പ്ലെയർ പാനലിൻ്റെ FM റേഡിയോ നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട്. ഞാനിവിടെ ശരിക്കും നല്ല രീതിയിലും കണക്ട് ചെയ്തിട്ടില്ല, എങ്കിൽ കൂടി നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട് അത്യാവശ്യം. ഈ ഒരു ഓഡിയോ പ്ലെയർ പാനൽ എനിക്ക് കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത് ഇതിൻ്റെ മൈക്കിൻ്റെ സൗണ്ട് മാത്രമാണ് കുറവായിട്ട് തോന്നിയിരിക്കുന്നത്. ഇത് കണക്ട് ചെയ്യുന്ന മൈക്കിനും കൂടി കുറച്ച് സൗണ്ട് കൂടുതലുണ്ടായിരുന്നെങ്കിൽ എല്ലാം കൊണ്ട് ഓക്കെ ആയിരുന്നു. ഈ ഒരു പാനലിൽ ഞാനിപ്പോൾ നല്ല രീതിയിൽ എയറിൽ പോലും കണക്ട് ചെയ്യാനിട്ട് കൂടി നല്ല രീതിയിൽ FM ചാനൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഓഡിയോ പ്ലെയർ പാനൽ നല്ല പാനൽ തന്നെയാണ്. മൈക്കിൻ്റെ സൗണ്ട് മാത്രമാണ് ഒരു കുറവായിട്ടുള്ളൂ, വേറെ ഒന്നും പ്രത്യേകിച്ച് നെഗറ്റീവായിട്ട് പറയാനില്ല. അതുപോലെ നിങ്ങൾക്ക് വലിയ സ്പീക്കറൊക്കെ ഉണ്ടെങ്കിൽ അതും ധൈര്യമായിട്ട് കൊടുക്കാം. സബ്വൂഫർ ഒന്നും കണക്ട് ചെയ്യാതിരിക്കുക. ഫുൾ റേഞ്ച് സ്പീക്കറൊക്കെയാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ നല്ല രീതിയിൽ സൗണ്ട് കിട്ടും. പിന്നെ ഒരു ചാനൽ ഒന്നിൽ കൂടുതൽ സ്പീക്കർ കണക്ട് ചെയ്യാതെ ഇരിക്കുക. അതുപോലെ ഇങ്ങനത്തെ ഓഡിയോ പ്ലെയർ പാനൽ നമുക്ക് ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടും. ഞാനിത് ഷോപ്പിൽ നിന്ന് മേടിച്ചപ്പോൾ 107 രൂപയാണായത്. ഓൺലൈനായിട്ട് 300 രൂപയ്ക്ക് മുകളിലാണ് കാണിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ലിങ്ക് നിന്ന് വീഡിയോയിൽ കൊടുക്കുന്നില്ല. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.